ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾ നിരത്തിയതായി സങ്കല്പിച്ചത്. പിന്നെ എന്തായാലും ശരിക്കും തട്ടത്തിലുണ്ടായിരുന്നത്. അതിനെ എവിടെ കൊണ്ടാണോ? പിന്നെ എന്തിനു വെച്ചാണ് നീ എനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നത്? ഭക്ഷണോ? പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്താണ്? കഴിച്ചുകൊണ്ടിരിക്കുക. അതെ, എന്റെ അങ്ങനെ പടച്ചോണ്ടാവട്ടെ. വേറെ ഒന്നും എനിക്ക് പറയാൻ ശരി. നീ കാണാറോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഇല്ലേ? വായി വയ്ക്കുന്നു, ചവയ്ക്കുന്നു. അത് പിന്നെ എന്താണ്? ഞാൻ ഈ ഭക്ഷണത്തിന്റെ ചെമ്പ് തട്ടുള്ളതല്ലേ, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നതല്ല. ഇങ്ങനത്തെ വെച്ച പോലെ കാണിച്ചത് വെച്ച് അങ്ങനെ എനിക്ക് ഓണം കാണാൻ ഞാൻ സ്ഥലം വിട്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് എന്റെ ഒടുക്കം എന്ത് പറഞ്ഞാൽ ഞാൻ നിന്റെ ബാധ്യത പ്രോത്സാഹിപ്പിച്ചത്. ഭക്ഷണശേഷം എന്നിൽ നിന്ന് പ്രോത്സാഹനമായി നിനക്ക് എന്തായിരുന്നു കിട്ടിയത്? അയാൾക്ക് ഭക്ഷണത്തെ കുറിച്ചല്ല സംസാരിച്ചത്. ഞങ്ങൾക്ക് ഒരു പിടി കിട്ടുന്നല്ലോ. എന്നെ ഭാഗ്യമായി സഭ നിന്റെ മോന്റെ എന്താണ് ചിന്ത? ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും. നല്ലത്. എന്നാലും പോയി ജോലി ചെയ്യും. നമുക്ക് ഉദാഹരണത്തിന് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സന്ദർശനം വന്നാൽ. സന്ദർശനോ? അങ്ങനെ അങ്ങനെ ചിലപ്പോ എന്നെ അകത്തേക്ക് ക്ഷണിച്ചാൽ. അയ്യോ അയ്യോ, നടന്ന് നടന്ന് കാലിലേക്ക് വേദനിക്കുന്ന ഒരു പാവം ചെറുപ്പത്തെ സ്വഭാവത്തിലേക്ക് ക്ഷണിക്കാൻ ആവശ്യമില്ല. ഈ പട്ടണത്തിൽ എവിടെയില്ലേ? യജമാനെ, ഞാൻ പാവം ചെറുപ്പൂത്തിയാ. ഈ ഷൂസ് കെട്ട് നോക്കി തെരുവാതിരെ മുഴുവൻ അറിഞ്ഞു. ഇതൊന്നും ആരും വാങ്ങുന്നില്ല യജമാനെ. വെയിലങ്ങോട്ട് തുളച്ചു വരണേ. കണ്ണിൽ അപ്പടി നോമ്പലോ. ക്ഷീണോ വിശപ്പുകാരും കാഴ്ച പോകുന്ന വേണ്ടി ഷൂസ് അവിടെ എടുത്താൽ യജമാനെ. എന്റെ പാവത്താനെ ഈ പാലൊക്കെ അങ്ങോട്ട് എനിക്ക് വേണ്ടി വിരുന്നുകാരൻ. എന്റെ മകൻ എവിടുന്ന സുഹൃത്തെ, താങ്കളുടെ പ്രശ്നങ്ങൾ പറയാം. എന്താ ആവരാതെ ബോധിപ്പിക്കാനുള്ളത്? എന്താ പറയാൻ അങ്ങനെ വളർത്തുന്ന ആരോഗ്യം എന്താ? ഈ ദുനിയാവിൽ ഏറ്റവും അർത്ഥമുള്ള ഷൂസ് ഉണ്ടാകുന്ന എനിക്കോ? ഒരു ചെരുപ്പ് കാണാനുള്ള സാധനമുണ്ടോ? ഇല്ല. രാത്രി മുഴുവൻ ഇരുന്ന് ഷൂസ് ഉണ്ടാക്കി നേരെ വെളുക്കുമ്പോൾ തൊട്ട് അത് ഈ തെരുവേക്കൂടെ കാലം ജീവിക്കാൻ നടക്കാം. ഒരെണ്ണം പോലും വിൽക്കാൻ പറ്റാതെ. ഒരെണ്ണം പോലും ഇല്ലെന്നേ. സത്യം പറയട്ടെ, ആ ചന്തയിൽ സാധനം വാങ്ങാൻ വരുന്നവർക്ക് ഞാൻ ഷൂസ് വിൽക്കാൻ നോക്കുമ്പോ അവിടെ കട നടത്തുന്ന
ചിലപ്പോ ഭക്ഷണം എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലേ? മാപ്പാക്കണ വല്ലതും വയറ്റിലോട്ട് നിന്ന് ഒരുപാട് നാളായി. അതുകൊണ്ടായിരുന്നു. കഴിക്കു സുഹൃത്തെ, താങ്കൾക്ക് എത്രത്തോളം വിശന്നിരിക്കണമെന്ന് എനിക്കറിയാം. ഈ വെളുത്ത് നിർത്ത വെള്ളാപ്പം കഴിച്ചു നോക്കി. വെള്ളാപ്പോ കഴിക്കൂ, കഴിക്കൂ. എങ്ങനെ ഇത്രയും വെളുത്ത വെള്ളാപ്പേ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിന് പാലിന്റെ സ്വാദം ഞാൻ കഴിച്ചിട്ടില്ലേ? വെള്ളാപ്പാത്രേ, വെള്ളാപ്പേ. എന്റെ ചെങ്ങായി, ഇത് ഞാൻ 500 ദിനാർ കൊടുത്ത് സ്വന്തമാക്കിയ ഒരു പണിക്കാരനുള്ള കരവിത്തിൽ മഞ്ഞ വെള്ളാപ്പാണ്. താങ്കൾ കബാബ് എന്ന് വിളിച്ചു വയ്ക്കേ. അതെ, സുൽത്താന്റെ തീന്മേശയിൽ പോലും അത്രയ്ക്ക് വിശിഷ്ടം. കഴിക്കും, ഇഷ്ടമുള്ളവർക്ക് കഴിക്കും. താങ്കൾക്ക് പോഷകാഹാരത്തിനുണ്ട്. പിസ്തപ്പരിപ്പ് മസാല വെച്ച് കഴിച്ച ഈ കൂടി ഒന്ന് കഴിച്ചു. പിസ്തപ്പരിപ്പ് മസാല കഴിക്കും. ഇഷ്ടപ്പെട്ടു. എന്നെ രുചിയായി. ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഇതാ. എന്റെ വക ഈ കോഴിനെ ഞങ്ങൾ കഴിക്കാറ് വേണ്ടെന്ന് പറയുന്നത് അത് കഴിക്കും. ഇയാളാണ് കൊള്ളാം. എന്നെ വെച്ച് ഇങ്ങനെ രസിക്കുമ്പോ ഞാൻ കൂടെ രസിപ്പിച്ചേക്കാം. അവർക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയല്ലോ. എന്നെ കഴിച്ചോളൂ സുഹൃത്തെ, ഒരു മടിയും തന്നെ വിചാരിക്കണ്ട. സത്യം പറയാം, ഇത്രയും നല്ല ചാറ് മുമ്പ് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുള്ളതാണ്? ഒരിക്കലില്ല, ഒരിക്കലുമില്ല. കഴിക്കും, ഇതെടുത്ത് കഴിച്ചു. വെള്ളം കുടിക്കണം. വെള്ളം എന്റെ ഭാഗത്തിൽ അതില്ല. മുന്തി തിരക്കില്ല കുടിക്കാറുള്ളൂ. ഈ കൊണ്ടുവരും വേഗം കുടിക്കു. ഇത് താങ്കൾ ഇഷ്ടപ്പെടും. കുടിച്ചോളൂ. ഇത് ഏതിനാണ് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടമായി. ഏതൊന്നും കൂടെ ആരും കിട്ടുന്നതാണ്. എങ്ങനെ? നല്ല കടുപ്പ കുടിക്ക്, ആരും കുടിക്കും. ഇത് വിന്റേജ് വീഞ്ഞ അല്ലേ? പറഞ്ഞതായ പോലെ പഴക്കത്തിലുണ്ടോ? എന്നാ ഞാൻ തന്നോട് രഹസ്യം, ഇത് സാക്ഷാൽ ഒമർ ഖയ്യാമിന്റെ നിലവറയിൽ നിന്നും ഞാൻ ചൂണ്ടിയതാണ്. വെറുതെ പറയും. സത്യമായിട്ട് കൊച്ചു കള്ള. എന്തൊരു പെട്ടാണ് വൃത്തികെട്ട് തന്നു. തലയ്ക്ക് അടിച്ചു പോകാൻ മൂക്കൊക്കെ കുടിച്ച് മാപ്പാക്കണേ. എന്റെ ജീവിതം കൊണ്ട് നീ പിഴം പോയത്. നല്ല ഞാൻ കൊല്ലാൻ പോയോ? നിന്റെ അഹമ്മദ് ഇത് കിട്ടണം. ഭക്ഷണം കഴിക്കുന്ന വിനോദം അല്ല. ഞാൻ പറയാതെ ഇതൊരു സങ്കടം പിടിച്ച സന്ദർഭമായി തോന്നുന്നു. ഞാൻ നിങ്ങളുടെ പിതാവിന്റെ സുഹൃത്താണ്. ശരി, താങ്കൾ ഈ വീട് ഞങ്ങൾ സഞ്ചരിക്കും. ഞാൻ സേവനം സവാബിലേക്ക് താല്പര്യം. ഞാൻ സഞ്ചരിക്കുന്നത് എന്റെ സേവകൻ കപൂറുമായാണ്. എവിടേക്കാ യാത്ര? അതിന്
കൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ? സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടത് കോട്ടാണ്, അല്ലാതെ ഷൂസുകളല്ല. ഇതൊന്ന് ധരിച്ചു നോക്കൂ. നിങ്ങളുടെ തൊഴിലിൽ ഞാൻ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതിന് എന്നാ വില വരുമോ? ആരെന്താ മാറ്റം വരുത്തിയത്? നിന്റെ തോഴൻ, നിന്റെ യജമാനൻ. വരൂ. നിനക്ക് ബാധാന വസ്തുവകകൾ വല്ലതുണ്ടോ? എന്റെ വസ്തുവക എന്തായിരുന്നു? ഞാൻ തന്നെ എന്റെ ഈ പട്ടണത്തിൽ ഇറങ്ങുന്ന പ്രതീക്ഷയ്ക്ക് വരവാകേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രതീക്ഷത്തെ കൈയാതെ ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ ധാരണ നാം രണ്ടും മദ്യപിച്ച് മതോന്മത്തരായി നിർഭയരായി യാത്ര ചെയ്തു. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം. അങ്ങയുടെ ഭക്ഷണ ഒരിക്കലും ഒഴിയില്ല. നീ എന്താണ് തപ്പുന്നത്? ഒന്നുമില്ല. ചെല്ലുവല്ല തുള്ളി പോയി കിട്ടി 2 വെള്ളിക്കാരാ. കുറ്റിയുടെ എത്തിനാണ്. അങ്ങനെ എന്റെ വിശ്വാസപ്പെടുത്തി സ്വന്തം തീരുമാനത്തിനോട് ക്ഷണിച്ച് സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും തിരിച്ച് ഞാൻ തരുന്നു. അടുത്ത നിന്റെ കാശിനെയും വല്ലോ? എല്ലാവരും ശരി, ഉള്ളത് കേൾക്കും. ഓരോരുത്തരും അവരവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് കാശിറക്കണം. നമ്മുടെ ഊഷ്മള സൗന്ദര്യത്തിന് പേര് ഓരോ പാരവതാരങ്ങൾ അല്ലെ? വരൂ വരൂ വരൂ. ഇവിടെ യാത്രാ ചെലവ് അപ്പൊ ഞങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിച്ചില്ലേ? അല്ല, ഞാനാണ് നിന്റെ സേവകൻ. ഞാനൊരു
ഉഫ, അപ്പൊ നീ കണ്ടോളൂ, നമുക്ക് കിട്ടുന്ന ഒരു ബഹുമാനം, ആളുകൾ കളിക്കുന്ന ഒരു ഭയഭക്തിയാണ്. എന്റെ യജമാനെ അങ്ങയുടെ സമ്പത്ത് അത് നമ്മൾ എങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കും? അവിടെയാണ് നീ ഇടപെടേണ്ടത്. ഞാനോ? അതെ, അമൂല്യമായ രക്തമാണ് നീ എന്നെ വിൽക്കണം. ഈ വിട്ടുപിടിച്ചമാരായ വിൽപ്പനത്തൊഴിലാളികൾ അവരെ ഞാനെന്താ പറയണ്ടേ? ഞാൻ സമ്പന്നനാണ്, ഉദാരമനസ്കനാണ്. മനസ്സിലായോ? പറ, ഞാനാണ്. അങ്ങ് ലോകത്തിലെ എല്ലാ വ്യാപാര പ്രമുഖരിൽ വെച്ച് വ്യാപാരം അതെ. ഉലകം ചുറ്റും അസംഖ്യം കാപ്പിലാ സംഘങ്ങൾക്ക് അധികം. അത് കടലേഴിൽ മുഴുവൻ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും നൗകകൾ കൂടെയോ ഈ സൂര്യനെ പോലും മറച്ചു പിടിക്കുവാൻ അത്രയും രത്നാഭരണങ്ങൾ ഈ മഹാനുഭാവന്റെ ഭണ്ഡാരത്തിൽ കുമിഞ്ഞു കൂടി. ഗംഭീരം, ഗംഭീരം. പക്ഷെ അധികമാവുകയോ? അധികാവരുത്. അതെ. പക്ഷെ ചില വിശുദ്ധ വിവരങ്ങൾ കൊടുക്കുന്ന സഹായിക്കാതെ പറഞ്ഞ് ഈ സമ്പന്നനാവുക എന്നൊക്കെ പറഞ്ഞ എന്നതാ എനിക്ക് അറിയില്ല. വിഭജിച്ച വിവരങ്ങളുടെ ആവശ്യമില്ല. നീ നിന്റെ ഭാവനെ തുറന്നു വിടുക. അപ്പോൾ അതിന്റെ ഏറ്റവും വിദൂരമായ പരിധിയിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും. ജനാഭിലാഷത്തിന് ഒരു കൈ സഹായം, അതെപ്പോഴും നമ്മുടെ കൂടെ വേണം. നമ്മളെ കടത്തി വിട്ടുന്നവരാണ് ജനങ്ങൾ. പക്ഷെ നാവിന്റെ ബലം കൊണ്ട് മാത്രം കാര്യം നടക്കുമോ? ഇല്ല, നാട്ടിൽ പിന്തുണയായി ചില നടപ്പിലാക്കില്ല. എന്ത് നടപ്പാക്കാൻ? തോന്നിയാത്ത പോലെ ചെലവാക്കണം, കാശിറക്കണം. അതിന് നമ്മുടെ കാശുണ്ടെങ്കിലല്ലേ? അതെ, കാശുണ്ടെങ്കിൽ യജമാനരെ, കാശ് ഞാൻ ഇങ്ങനെ ഇതെന്താ? ഇതെന്റെ പറ്റു പുസ്തകം. ഇതിൽ ഞാൻ എല്ലാം എഴുതി വെക്കും. 300 ദിനാറാവുന്ന ഇപ്പൊ എന്നെ വാങ്ങി. പിന്നെ നേരത്തെ കത്തോട സംബന്ധിച്ച് ഈ പൈസ കയ്യിൽ എന്നിട്ട് ഈ അപ്പുറത്താ മുഖ്യമാരിയെ പോയി തോട്ടി ഞാൻ കട തുറന്ന് കഴിയുമ്പോ അയാളെ കട തുറക്കാൻ സമ്മതിക്കുന്നു. കേട്ടാ? നിന്റെ കട പൊടിക്കും, പൊടിച്ച് കഴിഞ്ഞു. എന്റെ പൊന്ന് സത്യയുടെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നേരത്തെ കാലത്ത് കട തുറക്കണ്ടേ? ഈ പൊന്നിനെയും കട തുറന്നു. ഈ കുട്ടികളി നീ പോയാൽ വ്യാപാരി ശരി അവന് ദേഷ്യം ചെലവെത്തി ഇടപാടുകാരുടെ ഭരണം. എന്നിട്ട് ഇന്നത്തെ ദിവസം അവൻ ഒരു കച്ചവടം പോലെ ഉണ്ടാകും. ദിവസം നേരം വെക്കുമെങ്കിൽ നിന്റെ ഈ ഒറ്റപ്പിടിയാണ് കൂടുന്നതല്ല. നിന്നെയൊക്കെ ഞാൻ ഈ അങ്ങാടിയിലും പരിസരത്തും നിരോധിക്കാനായി രാജാവിന് പരാതി കൊടുത്തപ്പോ ഒറ്റയ്ക്ക് വെട്ടിക്കരുത് സൗകര്യോ സത്യം ഞാൻ ഒരുങ്ങിട്ട് ഒന്നും കൊള്ളുക. എനിക്ക് ഞങ്ങളൊരു കാര്യം പറയാനുണ്ട്. എന്താ സംഭവം? നിങ്ങൾ ആരോ പതുപതുക്ക മേലെ
അല്ലല്ല, അവിടുന്ന് എന്റെ ഭവനത്തിലാണ് താമസിക്കാൻ പോകുന്നത്. ആദ്യമായി കൂടുതൽ ഞാനാ. മാന്യരെ, നിങ്ങൾ ഇങ്ങനെ വഴക്കടിക്കാതെ വേറെ എനിക്ക് പ്രഭാതഭക്ഷണം തയ്യാറാക്കേ. അദ്ദേഹം വിശന്ന് വലഞ്ഞ് കൂറകുത്തി യാത്ര ചെയ്യുന്ന കാര്യം നല്ല വെറുത്ത് തുടുത്ത വെള്ളാക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ശരിക്കുള്ള പിന്നെ നല്ല നെയ്യ് കിടച്ചു കുടിക്കുന്ന മുട്ട നമുക്കിങ്ങനെ കാലോട് കയറ്റണം. പിന്നെ നല്ല ചുട്ടെടുത്ത ഇളം മാണപ്പുറാവിന്റെ ഇറച്ചി പിന്നെ വിരൽ കൊണ്ടെടുക്കുമ്പോ അത് യഥാർത്ഥത്തിലുള്ള നമുക്ക് മനസ്സിലാവില്ല. പിന്നെ മധുരപ്പത്രി മധുരപ്പത്രി പരിപ്പ് മസാല നിറച്ച് പോകുന്നില്ല.
സന്ധിക്ക് വേണം. നിന്റെ ഒക്കെ താല്പര്യം ഞാൻ അപ്പഴേ പറഞ്ഞതാ ഈ ചടങ്ങ് നമ്മുടെ പ്രശ്നം ഉൾപ്പെടുത്തരുത്. കാഫിലെ മുഴുവൻ നാം കയ്യിലെടുക്കും. കൂർക്കന്മാരാ ആ വ്യാപാരികൾ. 60,000 ഒരു വീടിന്റെയും പേരിൽ അയാളെ കയറി മേഞ്ഞേക്കണമെന്ന അവന്മാരുടെ വിചാരം. ഞാൻ ഇദ്ദേഹത്തെ എന്റെ മകളെ വിവാഹം ചെയ്തു. കൊടുക്കുന്നതോ വാങ്ങുന്നതോ എണ്ണി നോക്കാറില്ല. വേണ്ട, അയാൾക്ക് വേണ്ടി ഞാൻ എണ്ണും. വിവാഹം കൂട്ടിട്ട് ഞാൻ അയാളെ പാട്ടില്ല. മോളെ ഞാൻ തരൂല. മോളെ ഞാൻ തരൂല. നീ അയാളെ വിവാഹം ചെയ്തു. ഏ? നീ അയാളെ വിവാഹം ചെയ്തു. അപ്പാ. ഇല്ല, അദ്ദേഹത്തിന് കട്ടുപോയാൻ പറ്റില്ല. മോള് എന്തോ കാര്യമെന്ന പോലെ ദർബാറിൽ അയാൾ അവിടെ ഉണ്ടെന്ന് അയാൾ വന്നതായിട്ട് ബാക്കി. അയാൾ നമ്മളെ കണ്ടാൽ വരും തിരിച്ച് മാളിലേക്ക് ഓടിക്കൊണ്ടു. ബാക്കി എനിക്കുണ്ട്. അയ്യടാ, എനിക്ക് അത് പിടിക്കാൻ നിൽക്കാനൊന്നും വയ്യ. അപ്പൊ അങ്ങാടി കണ്ടോ? അവിടെ എന്റെ മുന്നിലല്ലേ ഇരുന്നത്. ആ, ശരി ശരി ശരി. അപ്പാ. നമ്മുടെ മകൾ മനഃപൂർവ്വമല്ലാതെ മുറിയിലേക്ക് കിടക്കാൻ കയറിയിരിക്കും. ഈ ആവശ്യത്തെ കാണുകയും അയാളും അവൾ ഉറപ്പായി കണ്ടിട്ടുണ്ട്. അയാൾ ഇപ്പോൾ അവളുടെ അഴകിന്റെ സ്വാധീനത്തിലായിരിക്കും ചെയ്യും. നീ ഈ യുവാക്കളോട് കൃത്യമായി പെരുമാറണം. ചില കാര്യങ്ങൾ സംസാരിക്കുകയും വേണം. നമുക്ക് അയാളെ ഇഷ്ടമായി രാജകുമാരിയുടെ വരനെ സ്വീകരിക്കാൻ നാം തയ്യാറാണെന്നും അറിയിക്കുക. എന്റെ പൊണ്ണു മഹാരാജാവേ, എനിക്ക് ഈ മനുഷ്യൻ അത്രയും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. അയാളൊന്ന് ആളുമായിട്ടാണ് നുണയെന്ന് ഞാൻ വിളിച്ചിരിക്കുന്നത്. അന്ന് കുറച്ചു പണം പിടിച്ചു കൊടുക്കാം. നമുക്ക് നല്ലത് വരാൻ ഈ ആഗ്രഹിക്കുന്നില്ല. ആ വ്യാപാരികളുമായി ചേർന്ന് നമുക്കതിൽ ധാരണ ഉണ്ടായി അല്ലേ? കാരണം നിനക്ക് അവ സ്വന്തമാക്കണമെന്നായിട്ടും നാം സമ്മതിച്ചില്ല. ഇപ്പൊ നിനക്കുള്ള വഴികളിൽ തടസ്സം നിൽക്കണം. എന്റെ പൊണ്ണു മഹാരാജാവേ, നമ്മുടെ സകല രത്നാവലിന്റെ മൂല്യം, വാങ്ങിയ സ്ഥലം, ഇവയെല്ലാം കൃത്യമായി പറയുന്നവരാണ്. എങ്ങനെയാണ് ഉണ്ണയിലാണെന്ന കാര്യം എന്നാൽ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ശീഘ്രമാണ്. താങ്കളുടെ സാന്നിധ്യത്തെ കുറിച്ച് അറിയുന്നത് തന്റെ മകൻ ഇന്നിലേക്ക് വന്നത് മഹാരാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവൻ താങ്കൾ അവിടെ കാണുകയുണ്ടായിരുന്നു. തിരുമനസ്സിൽ താങ്കളോട് താല്പര്യം അങ്കുറിച്ചിട്ടുണ്ട്. ആകയാൽ കുമാരയെ വേഗം താങ്കൾ ആഗ്രഹം പ്രകടിച്ച് അവിടെ എതിർപ്പറിയില്ല. എന്തു പറയുന്നു? അന്ന് കാണുന്നതിന് പോലെ ഞാനാണ്. എനിക്ക് വളരെ പക്ഷെ രാജാവ് എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ തുടങ്ങിയ എന്റെ മുതലുകൊണ്ടോ അപ്പോൾ എന്റെ നീതിയാവുന്നത് എന്നൊരു കാര്യം ഇക്കാര്യം നീ തന്നെ രാജാവോട് പറ. നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ ബസീർ എന്നെ കൊല്ലു. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്ക്. നിനക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? തമ്പൂരി മന്ത്രിപ്പുറപ്പെട്ടു. അവിടുത്തെ ദയാവാക്യങ്ങൾ നന്ദി അന്ന് അദ്ദേഹത്തെ ആലോചിക്കുകയും വളരെ നന്ദി. അവിടുത്തെ മകളെ പരിണയിക്കുന്നുള്ളത് എനിക്ക് കിടക്കുന്ന വന്ന പെരിയ ഉമ്മത്. എന്നാൽ എന്റെ കാപ്പിൽ വരെ കാക്കാൻ കാര്യം എന്താണെന്ന് അദ്ദേഹത്തെ ഒന്നറിയും. പക്ഷേ വിവാഹം വെച്ച് താമസിക്കാൻ സമ്മതിച്ചാൽ കാപ്പിൽ വെളുത്തുന്നതിനെ കഥമന മീഡിയ വീണ്ടും കുറിച്ചാണ് ഉറപ്പാ. ഇപ്പൊ തന്നെ വെച്ച് താമസിപ്പിക്കാൻ രാജാവ് ഒരു കാരണം കാണുന്നില്ല. പിന്നെ ഇങ്ങനെ സംഘമായി കാണുന്നു. എന്തുകൊണ്ടെന്നാ തിരുമണത്തിൽ ഒരു രാജകുമാരിയുടെ പദവിക്ക് അനുസൃതമായുള്ള മഹർ വളരെ വലുതായിരിക്കും. നിലവിൽ എന്റെ കയ്യിൽ നയാ പൈസ. പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് ഭാര്യയുടെ മാതാവിന് വിവാഹഘോഷത്തിൽ അംഗങ്ങൾക്ക് എന്നിവർക്കെല്ലാം ഉള്ള ഉപഹാരങ്ങൾക്കായി പിന്നെ ഭിക്ഷക്കാർക്കുള്ള ദാനധർമ്മങ്ങൾക്കായി 6000 സ്വർണ്ണ നാണയവും 200 രത്നാവലികളുമാണ് കണക്കുകൂട്ടുന്നത്. പക്ഷെ അത് കാവലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ നേരിയൊരു അംശം മാത്രമേ ഇതിനെല്ലാം ചെലവാക്കിയുള്ളൂ. എന്റെ ബോധിനികളെ
പിന്നെ രാജാവിന് ഭണ്ഡാരത്തിൽ അതിനല്ലാതെ എന്റെ വീട് എത്രയാ പറഞ്ഞേ. അതെത്ര കിട്ടി ഇതെത്ര കിട്ടി 1 മുതൽ 100 വരെ എണ്ണാൻ പോലും നിനക്ക് അറിയില്ല. എനിക്ക് എന്നാണ് അറിയാം. കാണോ? 1 2 3 4 എടാ വിരലിട്ടുന്നവരെ. എടോ തന്നെ എന്റെ കണക്കിന്റെ വരുതി കൊണ്ടുവരാൻ പറ്റുന്നത് കാണിക്കാനായി ഇപ്പൊ എണ്ണി കാണിച്ചത്. ശരി കാണി. 50 വീതം സമ്മതിച്ചോ? സമ്മതിച്ചു. വരും എന്റെ കൂടെ അത്താഴം. എനിക്കെങ്കിലും വേണ്ട നിങ്ങളുടെ അത്താഴം. ഗഫൂർ ഒരു കഷ്ണം കഴിക്കും. എനിക്ക് വേണ്ട. നിങ്ങൾ ഉച്ചയ്ക്ക് അന്തിക്ക് എന്നതാ കഴിക്കുന്നത് എനിക്കറിയാലോ. ഒരു കഷ്ണം അപ്പോ ഇച്ചിരി ഒലിവും. ഗഫൂർ ലോകത്തിന്റെ ആദ്യത്തെയും അന്ത്യത്തെയും നീ ഇങ്ങനെ ഇങ്ങോട്ട് അതെ അതെ അതെ, ഒരു കഷ്ണം അപ്പത്തി തുടങ്ങി ഒരു ഒലിവിൽ അവസാനിക്കും അല്ലേ? ഭൂമിയിൽ വീണത് ഒലിവിക്കഞ്ഞ് വളർന്ന് ഒരു ഒലിവാണോ? അത് എന്റെ വയറ്റിൽ നിന്ന് മരമൊന്നും ആവില്ല. കാരണം എന്റെ പയറോ ചതുപ്പുന്നാലും മനസ്സ് പാറ കിട്ടോ. എനിക്ക് ഈ മനസ്സ് മതി. ഞാനിതൊരു പരമ സന്തോഷം. ഗഫൂർ ഒമർ ഖയ്യാമിന്റെ ഉദരത്തിൽ ഈ ഒലിവ് വ്യക്തമായി മാറും. അത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ ഹൃദയത്തിലേക്ക് കടന്നു അതിന് മഹത്വികാരങ്ങളാൽ സ്പന്ദിപ്പിക്കും. ഉദരത്തിൽ നിന്നും മസ്തിഷ്ക പഠനങ്ങളിലേക്ക് ഇഴുതറക്കപ്പെട്ടു അത് അദ്ദേഹത്തെ ഉജ്ജ്വലാശയങ്ങളാൽ പ്രചോദിതമാക്കുന്നു. പ്രകാരമാകും ഈ ലോകം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ഒരു കഷ്ണപ്പവും ഒരു ഒലിവിക്കനിയുമാണ്. അതിന്റെ ആരംഭം ഇന്നും മന്ദിരലക്ഷ്യമാണ്. നഗരങ്ങൾ രൂപം കൊണ്ട നദികൾ, രാഷ്ട്രങ്ങൾ പടയും വിവാഹത്തിന് തന്നെ മതി. കാശിന്റെ കാര്യം പറ. ശരി, നീ ചോദിച്ചതും അതിൽ കൂടുതൽ ഞാൻ തരാം. എന്റെ കാഫിൽ താരിഫ് എന്താ പറഞ്ഞ? എന്റെ കാഫിൽ വരുമ്പോൾ ഒന്നുകൂടെ പറയണോ? എന്റെ കാഫില വരുമ്പോൾ തട്ടിപ്പിന്റെ മൂത്ത ആശാരി ഗഫൂർ സ്വന്തമായിട്ട് കാപ്പിലാസം കൊണ്ടെന്ന് അപ്പൊ തന്നെ വിചാരം. നിനക്ക് അറിയുന്ന കാര്യമില്ല. അപ്പൊ തനിക്ക് ശരിക്കും ഒരു കാപ്പിലുള്ളത്. എന്നാലും നമ്മൾ എല്ലാവരും പറഞ്ഞു അതിപ്പോ എന്നെ പറയാൻ നോക്കുക അല്ലടോ? ഗഫൂർ നിനക്ക് എന്റെ വിശ്വാസം. കാപ്പിലെന്ന് മിണ്ടി പോരുത്. ഒരു നഗരത്തെ മൊത്തം നട്ടപ്രാത്തിലേക്ക് നടത്തിയതിനു ശേഷം തനിക്കിപ്പോ എന്നാ സമ്മതം തെറ്റിക്കണം അല്ലടോ? ശരിയാണ് ഗഫൂർ, എന്റെ തെറ്റാണ്. ഞാൻ നിന്നിൽ നിന്നും ചിലത് മറച്ചു വെച്ചു. എന്നത് എനിക്ക് സ്വന്തമായി ഒരു കാഫില ഉണ്ട്. എടോ നുണയാ. തന്നെ തന്നെ കാപ്പിലയുടെ ചരക്കിന്റെ കഥ ഉണ്ടാക്കുന്നത് ഞാനാ. ആ നേട്ടം നിന്റേതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പടച്ച തമ്പുരാനെ, ഗഫൂർ ഇയാളുടെ മുൻകരുതലാകും. എനിക്ക് ഗഫൂർ നിക്ക്. ഓണോ ഗഫൂർ ഗഫൂർ പറയട്ടെ. അതെങ്ങനെ വിവരിക്കുന്നത്? ചില നേരത്തെ ഒരു വിചിത്ര സിനിമയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു രാജ്യത്തെ രാജാവിനെ പോലെ, മറ്റു ചിലപ്പോ നല്ലവനായ ജിന്നു മനുഷ്യർക്ക് കൊടുത്ത പോലെ. ജിന്നോ? ബീവിക്ക് അദ്ദേഹത്തെ ഭയമാണോ? അല്ലല്ല, അതൊന്നുമല്ല അദ്ദേഹം. വെളിപാടുള്ള ഒരു യോഗിയെ പോലെയാണ്. അല്ലല്ലല്ല, അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം ബാഗ്ദാദിലെ തന്നെ പ്രതിഭയായ രാജകുമാരൻ, സാക്ഷാൽ ഖലീഫയുടെ തന്നെ ബന്ധു. ബീവിയെ വശീകരിക്കാനായി അദ്ദേഹം മനഃപൂർവ്വം കൂടി വിട്ട് കൂടുമാറുകയാണെന്നാണ്. അദ്ദേഹത്തിന് കൂടുതൽ സമയം ബാഗ്ദാദിലെ തന്നെ മഹാരാജയുടെ കോപത്തിലെ നിലയെങ്കിലും രാജകുമാരൻ വേഷമായിരുന്നതാണ് ഒരു ദാർശനികൻ. എന്റെ മൊഞ്ചത്തി ബീവി, മോൾ അദ്ദേഹത്തോടുള്ള മോഹത്തിൽ തലകുത്തി വീഴിരിക്കുകയാണല്ലോ. അതാ സഹിക്കുന്നതിനോട് മോഹത്ത് അദ്ദേഹത്തിന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളെയും ഞാൻ പ്രണയിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഊഷ്മളതയെ, ആ ഒരു സത്യസന്ധതയെ, അദ്ദേഹത്തിന്റെ ആ സാമാന്യ ബുദ്ധിയെ, അദ്ദേഹത്തിന്റെ സകലതയെ ഞാൻ പ്രണയിക്കുന്നു. രാജകുമാരി മഹാരാജാവ് അപ്പാ! പത്യസമയത്ത് എന്നീ പറയുന്നത് ഇതൊരു രഹസ്യ സന്ദർശനമായി സൂക്ഷിക്കണം കേട്ടോ. ഇത് ചെയ്യാൻ നമുക്കൊന്ന് സ്വകാര്യമായി സംസാരിക്കാം. ശരി. എന്താ അപ്പാ? അപ്പ ആകെ ആലോചിച്ചിരിക്കുന്നല്ലോ. നിന്നെ കെട്ടിയാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് ചതുരംഗത്തിലാണ്. എന്താണപ്പാ? രാജകുമാരി തിരുവനന്തപുരത്തിന്റെ പക്കൽ നിന്ന് ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊള്ളാമെന്നുണ്ട്. അവിടെ എന്റെ ഭർത്താവിന്റെ സ്വന്തം കാപ്പിലാസം ശരിക്കും ഉണ്ടോ? എന്റെ ചോദ്യമാണ്. അതേ ഞാൻ മണ്ടായിട്ട് താക്കു കൊടുക്കുന്നത് നിന്റെ കണ്ണുള്ളത് വിവാഹത്തിന് കയ്യിൽ നൽകിയാണ് ചെലവഴിക്കാം. അതൊക്കെ എല്ലാവരും പറയാം. പെണ്ണിന് നൽകിയത് നമുക്കുള്ള മഹത്വം നൽകിയില്ല. വിവാഹരാത്രി നിനക്ക് ഉപഹാരമില്ല. പിറ്റേന്ന് കാലത്ത് നിന്റെ ഉമ്മയ്ക്കാവുന്നത് പണം മുഴുവനും പോയി. എവിടെ പോയത് എനിക്ക് അറിയാൻ പാടില്ല. ഏതായാലും ചെക്കൻ എന്റെ മണ്ണാരപ്പുഴയുടെ അവസാനത്താണ് പൈസ കുടിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല. കാവിലെ പറഞ്ഞില്ല
തുണയിക്കാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ ചെയ്യാൻ പറ്റും? രാജാവിനോട് പറയുമ്പോൾ അത് വരയ്ക്കാനല്ലാതെ പ്രതീക്ഷക്കാരെ എന്റെ യജമാനെ കാശ് കിട്ടില്ല. സഖി, വേഗം വാ. ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട രഹസ്യം പറയാൻ പോകുന്നത്. പക്ഷെ ഞാൻ ആരോട് പറയുന്നത്? മരണക്കിടക്കിൽ വെച്ച് നിന്റെ മക്കളോട് പോലും പറയാൻ പാടില്ല. പഠിച്ചു നമ്മളെ കാക്കും. എന്താണ് പറയും? സത്യം ചെയ്യ്. പഠിച്ചത് സാക്ഷി സത്യം ചെയ്തു. ജീവിയുടെ രഹസ്യം എന്റെ മക്കൾ സുരക്ഷിതമായിരിക്കും. എന്താണ് പറയും? എന്റെ ഭർത്താവ് ആലി ജന അൽ കബീസി ഒരു കുബേരനല്ല. അദ്ദേഹം ശരിയോ? അദ്ദേഹം രാജാവിനുള്ള ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സമ്പന്നനായിട്ട് ഭാവിക്കുകയായിരുന്നു. അപ്പൊ കാക്കിലെയോ? അദ്ദേഹത്തിന്റെ കയ്യിൽ കാപ്പിലുമില്ല, ഒരു ചരക്കുമില്ല. അപ്പൊ ബീവിയുടെ അപ്പാചാര സത്യം ആ വ്യാപാരി തന്നെ. അവർക്കൊന്നും ഒരു തുട്ട് നിറം പോലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്തൊരു ദുരന്തമായത്. അല്ല, അവര് കണ്ടുപിടിച്ചാലോ? അവർ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കാരണം അവർ അദ്ദേഹത്തെ കേട്ടതുപോലെ എന്നാണ് അദ്ദേഹത്തെ കേട്ടത്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്, അതായത് അവർ പ്രതീക്ഷ തന്നെ പാപം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എനിക്ക് മനസ്സിലായി. അവരെ പ്രതീക്ഷിക്കാൻ കാത്തിരിക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം വരാനില്ല. പക്ഷേ അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഇടയുണ്ട്. അവർക്ക് അവരുടെ പരാജയത്തെ നേരിടാനോ പ്രതീക്ഷ കൈവിടാനോ ആവില്ല. കെട്ടുകഥയേക്കാൾ വിചിത്രമാണല്ലോ ഇത്. ഞാൻ പറഞ്ഞില്ലേ, കഥ പോലെ തന്നെ അതേക്കാൾ രസമുള്ളത്. ഇതെല്ലാം പുസ്തകങ്ങളായി എഴുതപ്പെടും. ഛായാതാപങ്ങൾ വരുന്നവർക്കെല്ലാം കവികളെല്ലാം കിസ്സയായി പാടും. അവരുടെ പേരെടുത്ത് വിളിക്കും സഖി. ബീവിയുടെ പേര്, ബീവിയുടെ അപ്പാചാരുടെ പേര്, ബീവിയുടെ അവരുടെ പേര് പറഞ്ഞാൽ വെറും രാജകുമാരി എന്ന് മാത്രം വിളിച്ചാലോ? ഇല്ലില്ല. കവികൾ എല്ലാവരും പേര് പറയും. അങ്ങനെ അതിന്റെ നിയമം. എന്റെ പ്രാണനാഥന്റെ പേര്
മുഖ്യ വ്യാപാരിക്കും മന്ത്രിപ്രമുഖന് വരെ നഷ്ടപ്പോലായ ആളെ അവരെന്നെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഞാൻ സകലം പറഞ്ഞു. നമ്മുടെ വാതാറിന്റെ മാളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിലെല്ലാം നീ കുടിച്ചു പൂസായി. ആ കുടുക്കി പൂസായിരുന്നു. കഫു പണിക്കാരും പീഡിയക്കാരൊക്കെ ഇവിടെ കാട്ടവര് തുറക്കാനുള്ള നേരമായിട്ടും ആരെയും കാണുന്നില്ല. അങ്ങ് ഭടന്മാരെ കാണുന്നില്ലേ? രാജാവിന്റെ തിട്ടൂരാണ് പണിയാളൻ പാവപ്പെട്ടവരും വീടുകളിൽ ഇരുന്നോളും. കാരണം അവരെല്ലാം അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് പുറത്തിറങ്ങി നടക്കാം അല്ലേ? ഞാൻ പോകണത്തൊക്കെ ആളുകൾ എന്നെ നോക്കി ചിരിക്കാം. കഫു നീ എനിക്കൊരു ഉപകാരം ചെയ്യ്. എന്താ യജമാനൻ? എനിക്ക് വേണ്ടി ന്യായാധിപന്റെ അടുക്കൽ പോ. ന്യായാധിപൻ? അതെ, അദ്ദേഹത്തോട് 2 സാക്ഷികളുമായി ഒന്ന് ഇങ്ങോട്ട് വരണം. ഈ ന്യായാധിപന് 2 സാക്ഷികൾ? ഇതൊക്കെ എന്നാ യജമാനൻ? വിൽപ്പത്രം വെക്കാൻ. ഓ, അതിന്റെ ആവശ്യമില്ല. ഉടുതുണി പോലും ബാക്കി വെക്കാതെ എല്ലാം അമ്മമാർ കൊണ്ടുപോയി. അതല്ല, എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. പക്ഷെ നീ ചാടി കഴിക്കണം. അതാ ഈ സമയം ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് ധൈര്യമായിട്ട് വന്നോ. എന്നാ സത്യം ചെയ്യും. പരമനായകനായ പടച്ചവന്റെ പേരിൽ സത്യം ചെയ്യാം. അങ്ങനെ എന്താണ് ഈ പറയുന്നത്? എനിക്ക് എന്റെ കാപ്പിലെ ഇഷ്ടമാണ് വേണ്ടത്. ഓ ഓ, എന്റെ പടച്ചോനെ, ഈ മുഴുവൻ എന്നെ പ്രാണനാണോ? കഫു, ഇതാണ് ഞാൻ പറഞ്ഞത്. നീ ദേഷ്യപ്പെട്ടു. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ക്ഷമിക്കും. അത് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ശരി, എന്താ പോയി ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. യജമാനരെ, അങ്ങ് ഇവിടെ ഈ നിലയിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്നെ പോലെ തന്നെ നിരാശനാണോ അങ്ങ്? അതെ, അങ്ങേക്ക് അങ്ങോട്ട് തന്നെയാണ് സദാവ് തോന്നുന്നത്. ഇല്ലില്ല, നിന്റെ ഉള്ളിലെ പ്രതീക്ഷ അവർക്ക് എത്തിക്കഴിഞ്ഞു. അതിലാണ് എനിക്ക് വേദന. അവസാനം അങ്ങ് പോയാൽ പിന്നെ എനിക്ക് എന്നാ പറ്റുന്ന ആലോചിക്കാൻ കൂടി വയ്യ യജമാനരെ. ശിഷ്ടകാലം മുഴുവൻ ഞാൻ ഇത് എന്നെ പഠിച്ചുകൊണ്ടിരിക്കും. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഈ മനുഷ്യനെ ഞാൻ അത്രയും സ്നേഹിച്ചു, അത്രയും. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അലി, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കും. ഇനി അദ്ദേഹത്തിന് മുഖത്ത് നോക്കാൻ എനിക്ക് ശേഷിയില്ല. ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയാനാണ്? ചോദിക്ക്. എന്ത് തോന്നുന്നു? ദുഃഖിതനാണോ? ചോദിക്ക്. ഞാൻ ആരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാവരും തങ്ങളുടെ ഇഷ്ടപ്രകാരം തരികയായിരുന്നു. ഇതൊക്കെ തമാശ കളിയാണോ? ആണ്. ഞാനിപ്പോൾ തന്നെ അമ്മാചാരെ കണ്ട് നിർത്താൻ പറയും. അവരാദ്യം എന്നോട് ചോദിക്കണ്ടേ? അല്ലാതെ അവർക്ക് എങ്ങനെ എന്റെ ഭർത്താവിനെ കൊല്ലാൻ സാധിക്കും? അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കും. താക്കോലുകൾ കൈമാറിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ഓർമ്മിപ്പിക്കും. പ്രിയേ, വിവാഹസംബന്ധമായ എന്റെ എല്ലാ അവകാശവും പരിഗണിച്ചാൽ ഞാനിപ്പോൾ ഈ നിമിഷം പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഞാൻ ന്യായാധിപനെ കാത്തിരിക്കുകയാണ്. എന്റെ കാപ്പിയുടെ ഒരു ഭാഗം തന്നെ നിനക്ക് എഴുതി. ഇയാൾ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് നേരാണ്. പക്ഷേ നമ്മുടെ ഈ മനസ്സിലതൊന്നും മനസ്സിലാവില്ല. അലി, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇതെല്ലാത്തിനും അന്ന് നൽകും. വീട് ഇന്നലെ പറഞ്ഞില്ലേ ഇത് ഒരു ദരിദ്രനാണെന്ന്? അതെ, അത് ഇന്നലെയായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ ഇന്ന്. ഈ പ്രാവശ്യമെങ്കിലും ഭാവന നാട് നൽകാൻ അനുവദിക്കേ. ഭാവന യാഥാർത്ഥ്യമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്തെന്ന് വെച്ചാലേ നിങ്ങൾക്കൊന്നും വെളിയില്ലാത്തതുകൊണ്ടാ. എന്റെ അപ്പാച്ചാരെ പോലെ ഞാൻ ഇപ്പോൾ തന്നെ രാജാവിന്റെ മുഖം കാണിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അല്ലാതെ പോവുകയാണ്. എന്റെ പണം നോ പോയി. ഇനി എന്നീ പ്രതീക്ഷ കളയാൻ
അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലേക്ക് ഇവന്മാരെന്താ ഞാൻ പറയുന്നത് തീർത്ഥമാരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അരമനയിലേക്ക് ഞങ്ങൾ വഴിയാട്ടോ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ രാജാവിനെ വിളിക്കും. ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മളൊപ്പം എത്തണം. മുന്നേ ആ ബഹുമാനൊക്കെ അയച്ചിട്ട് അങ്ങനെയൊക്കെ ഇനിയുള്ള ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അവിടെ കടുത്ത പാരിതോഷികം പ്രതീക്ഷിക്കുന്നു. വേഗം ആട്ടോ മുന്നേ. അല്ലയോ യജമാനേ, മഹാപ്രഭു എന്റെ യജമാനനെ, നിങ്ങൾ ആരായിട്ട് തിരിഞ്ഞത്? ഈ മുഖ്യനാണ് മന്ത്രിയാ. ആരായി വേണം ഈ പട്ടണത്തിന്റെ അടുക്കളയാ പോകും. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാം. ദയവായി ഇങ്ങനെ അസ്വസ്ഥതയാവരുത്. ഇന്നോളം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ദാസനാണ്. എന്നല്ല, ദാസനിലും കാടാണ്. അങ്ങനെ പറഞ്ഞോ. എന്റെ യജമാനനെ, കാപ്പിലാസനം അത് വന്നോണ്ടിരിക്കല്ലേ? ഞാനവിടെ നോക്കുന്നത് നിന്നാ മതി കേട്ടോ. യജമാനനെ. യജമാനനെ, ഞാൻ കപൂർ, നമ്മൾ ഈ നിമിഷം കൊണ്ട് രക്ഷപ്പെടണം. അതല്ല, കാപ്പില് വരാനൊക്കെ വൈകിയതെന്താണ്? എന്റെ വാസ്തവത്തെ ഈ ജന്മനോട് ഞാൻ എന്താ പറയുന്നത്? അതായത് യജമാനനെ, നമ്മളൊരു നിമിഷം കൂടി വൈകിയ സംഘവും ചരക്ക് കൊണ്ട് കൊള്ളക്കാര് പോകും. കൊള്ളക്കാരൻ. കൊള്ളക്കാര് മനസ്സിലായോ? പോയി രണ്ട് കുറുകുതിരകളെ കൊണ്ടുവാ. മുന്നേ ഉള്ളത് പോലീസിന്റെ മൂന്ന് കുതിരകളെ പെട്ടെന്നുണ്ടോ? എന്നിട്ട് കൊട്ടാരത്തിൽ പോയി രാജാവിനെ വിളിച്ചുകൊടുത്തി സന്തോഷ വാർത്തയോട് അറിയിക്ക്. കുമാരി, കാപ്പിലാസം എത്തി. ഞങ്ങള് സന്ധിക്കാൻ പോകും. ആയില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആദ്യ യജമാനൻ എല്ലാം കണ്ട് കൃത്യം നടപ്പുന്നത്. അലി, എന്നെ കൂടെ കൊണ്ടുപോ. തീർച്ചയായും നമ്മൾ പോവും. നമ്മൾ മൂവരും ശരിക്കും ശരിക്കും. കൊട്ടാരത്തിൽ ചെന്ന് അപ്പോൾ ഞാൻ പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തന്നാ ഞാൻ പോയി പറയാം. കുറച്ച് ദൂരത്തില് ഞങ്ങൾക്ക് വരാനോ? ഒറ്റ വേണ്ട. കുതിരയ്ക്ക് തയ്യാറാണ്.
Yeah, go, rest. Okay, and tomorrow be ready for the final show. Okay, I'll see you around 3 o'clock. So you do your routine, do your run through in the morning, do everything, and be ready. Okay, I'll join you. Okay. Well done. Welcome back.